എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുന്ന കൗമാരക്കാരായ കുട്ടികളാണോ നിങ്ങളുടെ പ്രശ്നം? കൗമാരപ്രായത്തിൽ കുട്ടികളുടെ ബോഡിയിലും ബ്രെയിനിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുന്ന, വാതിലടിച്ച് റൂം കയറി പോകുന്ന, തർക്കിക്കുന്ന കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ മാതാപിതാക്കളുടെ ഒരു തലവേദനയാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികളെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് അവരുടെ ഡെവലപ്മെന്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ദേശത്തിനെയും അനുസരണക്കേടായിട്ടും സ്വഭാവക്കേടായിട്ടും കാണാതിരിക്കലാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അവരുടെ ഓരോ റിയാക്ഷന് പിറകിലും പല കാരണങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അവര് നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ള തോന്നലായിരിക്കും, ചിലപ്പോൾ അവരുടെ സ്റ്റഡീസിലുള്ള എന്തെങ്കിലും സ്ട്രെസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ മറ്റ് റിലേറ്റീവ്സുമായിട്ടോ ഉള്ള എന്തെങ്കിലും ചെറിയ പിണക്കങ്ങളായിരിക്കും, അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ബോഡിയിലും ബ്രെയിനിലും ഉള്ള ഈ ചേഞ്ചസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയാത്തതുകൊണ്ടോ ആയിരിക്കും. നമ്മൾ പാരന്റ്സ് എപ്പോഴും കുട്ടികളുടെ ദേഷ്യത്തിന് മറുപടിയായിട്ട് തിരിച്ച് ദേഷ്യപ്പെടുകയാണ് ചെയ്യുക. നമ്മൾ തിരിച്ച് അവരോട് പെരുമാറുന്ന രീതിയിൽ മാറ്റം വരുത്തിയാൽ തന്നെ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. എത്ര ദേഷ്യപ്പെട്ടാലും എത്ര വഴക്കിട്ടാലും കുട്ടികൾ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് പോയി നീ എന്താ എപ്പോഴും ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങളുമായിട്ട് പങ്കുവെക്കൂ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. പലപ്പോഴും അവരെ നമ്മൾ കേൾക്കാതിരിക്കുന്നതും തിരിച്ച് അതേപോലെ ദേഷ്യപ്പെടുന്നതും ആയിരിക്കും വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വീട്ടിൽ ഉണ്ടാവാനുള്ള കാരണം. കൗമാരക്കാരായ കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വീഡിയോകൾക്കായി എന്റെ പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കുട്ടിയുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം നിങ്ങളുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയറിനെയും കുട്ടിയുടെ പഠനത്തെയും ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് തേടാനും മറക്കരുത്.